പീസ് ആൻഡ് ജോയ്. തൻ്റെ മകനായ ഫ്രാൻസിസിൻ്റെ പല പ്രവൃത്തികളും പിതാവിൻ്റെ അടുക്കൽ മറ്റു പലരും അറിയിച്ചു. കാരുണ്യപ്രവൃത്തികളുടെ മനുഷ്യനായിട്ടും അവനിൽ സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങൾ അനേകർ ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നതുമൊക്കെ പിതാവ് അറിഞ്ഞു. പക്ഷെ താൻ ആഗ്രഹിക്കുന്ന രീതിയിലല്ല ഫ്രാൻസിസ് പ്രസിദ്ധനാകുന്നത് എന്നത് പിതാവിനെ വളരെയധികം അസ്വസ്ഥനാക്കി. തൻ്റെ താഴെത്തട്ടിലുള്ള ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ തൻ്റെ ഉയർന്ന വർഗത്തിലേക്കുള്ള പ്രവേശനം തൻ്റെ മകനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ളതാണ് എന്നുള്ള കാര്യം പിതാവിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. എന്നാൽ അതിനെയെല്ലാം തകിടം മറയ്ക്കുന്ന രീതിയിൽ കാരുണ്യപ്രവർത്തനത്തിൻ്റെയും കുഷ്ഠരോഗികളുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ഫ്രാൻസിസിന് പേര് നൽകുന്നുവെങ്കിലും അത് പിതാവിന് രസിക്കുന്ന ഒരു പേരായിരുന്നില്ല. പേരും പ്രശസ്തിയും പണവും പ്രതാപവും ആഡംബരവും അധികാരവും ഒക്കെയായിരുന്നു ആ പിതാവിന് മുമ്പിൽ മഹത്വമുള്ള കാര്യങ്ങളായിട്ട് മാറുക. പിതാവ് വളരെ കോപത്തോടു കൂടി തൻ്റെ ഭവനത്തിലേക്ക് ചെല്ലുകയാണ്. ഫ്രാൻസിസ് ദരിദ്രരുടെയും കുഷ്ഠരോഗികളുടെയും ഒക്കെ ഇടയിൽ പ്രവർത്തിച്ചിട്ട് മടങ്ങി വരുമ്പോൾ ആ പിതാവ് കഠിനമായിട്ട് അവനെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, നീ ദൂർത്തടിക്കുന്ന സ്വത്തൊക്കെ എൻ്റേതാണ്. ഉടനെ സഹോദരനായിട്ടുള്ള ആഞ്ചലോയുടെ വക എരുതിയിൽ എണ്ണയൊഴിക്കുന്ന രീതിയിലുള്ള വാക്കുകളും കടന്നു വന്നു. അപ്പ കുഷ്ഠരോഗികളെ ചുംബിക്കുന്ന കുഷ്ഠരോഗികളുടെ കൂടെ നടക്കുന്നവനാണ് കടക്കാരനെങ്കിൽ ആര് കടയിൽ കയറും, ആര് വസ്ത്രം വാങ്ങിക്കും? ഇത് നമ്മുടെ കച്ചവടം തകർക്കുന്ന ഒരു പ്രവൃത്തിയാണ്. പിതാവിന് അത് ശരിയെന്ന് തോന്നി. പിതാവ് ശക്തമായിട്ട് ഫ്രാൻസിസിനോട് ചോദിച്ചു, നീ ഇനിമേലിൽ ഇങ്ങനെ ചെയ്യരുത്. ഫ്രാൻസിസ് നിശബ്ദനായിട്ട് വളരെ ഭക്തിപൂർവ്വം അവിടെ നിൽക്കുകയാണ്. ഫ്രാൻസിസിന് എന്തോ സംഭവിച്ചിരിക്കുന്നുവെന്ന് പിതാവിന് മനസ്സിലായി. ശക്തമായി ശകാരിച്ചുകൊണ്ട് മകനെ അദ്ദേഹം വളരെയധികം മർദ്ദിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുക. പക്ഷേ ഫ്രാൻസിസ് എതിർത്തൊന്നും പറഞ്ഞില്ല. എല്ലാം പ്രസന്നവദനായിട്ട് ഒരു വലിയ പ്രകാശത്തോടു കൂടി സഹിച്ചു. ഫ്രാൻസിസിൻ്റെ ഈ നിലപാട് പിതാവിനെ വീണ്ടും പ്രകോപിതനാക്കി. അദ്ദേഹം അവനെ പുറത്താക്കി വാതിലടച്ചു. മേലാൽ ഈ പ്രവൃത്തി ഉപേക്ഷിക്കാതെ നീ അകത്ത് കയറരുത്. പീക്ക വളരെയധികം ദുഃഖിതയായി. ഫ്രാൻസിസ് വളരെ സന്തോഷത്തോടു കൂടി ഉള്ളിൽ നിറയുന്ന ആഹ്ലാദത്തോടെ മല കയറി അടുത്തുള്ള കോട്ടമതിലിന് പുറത്തുള്ള സാന്താമിയാനോയിലേക്ക് പോയി. അവിടെ കൂടുതൽ സമയം ചെലവഴിക്കാമല്ലോ എന്നുള്ള സന്തോഷമായിരിക്കാം ഒരുപക്ഷെ ഫ്രാൻസിസിൻ്റെ മനസ്സിൽ. അവിടെ ആ പലകപ്പുറത്ത് വരച്ച ക്രൂശിതനായ ഈശോയുടെ ചിത്രത്തിലേക്ക് ഫ്രാൻസിസ് നോക്കിക്കൊണ്ട് കണ്ണ് നിറഞ്ഞ് പ്രാർത്ഥിച്ചു, നീ എന്താണ് എന്നോടൊന്നും സംസാരിക്കാത്തത്? നീ എന്താണ് എനിക്ക് വെളിച്ചം നൽകാത്തത്? നീ എന്താണ് എനിക്ക് കൃത്യമായിട്ട് മറുപടി തരാത്തത്? പിതാവ് ഉപേക്ഷിക്കുമ്പോഴും പെറ്റമ്മ നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്നുള്ള വചനം ഫ്രാൻസിസിൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു. അത് പ്രത്യാശയായി. ഏത് മരക്കുരിശിനാണ് ആ അവസരത്തിൽ തള്ളിപ്പറയാനായിട്ട് സാധിക്കുക? ഏത് ക്രൂശിത രൂപത്തിനാണ് ആ സമയത്ത് നിശബ്ദനായിരിക്കാനായിട്ട് സാധിക്കുക? തന്നെ പ്രതി തനിക്കുള്ളതെല്ലാം മഹത്വവുമെല്ലാം പരിത്യജിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന അവൻ്റെ മുൻപിൽ ഏത് സ്നേഹമുള്ള പിതാവിനാണ് നിശബ്ദനായിട്ടിരിക്കാൻ സാധിക്കുക? അതെ, ആ ക്രൂശിത രൂപം സംസാരിച്ചു, ഫ്രാൻസിസ്, നീ ജീർണിച്ച് കിടക്കുന്ന എൻ്റെ ആലയം കാണുന്നില്ലേ? നീ അത് പുതുക്കി പണിയുക. എൻ്റെ ആലയം പുതുക്കി പണിയുക. ഫ്രാൻസിസിനുള്ളിലേക്ക് ശക്തമായ ഒരു ആത്മീയ പ്രകാശവും ആത്മീയ ബലവും ഒരു അഭിഷേകമായി നിറഞ്ഞു. ഫ്രാൻസിസ് കണ്ണ് നിറഞ്ഞ് ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നിശബ്ദമായി ആ ക്രൂശിത രൂപത്തിലേക്ക് നോക്കി നിന്നു. സാന്താമിയാനോയിലെ ക്രൂശിത രൂപം. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ പിന്നാലെ നടന്നെടുക്കുമ്പോൾ നഷ്ടപ്പെടാൻ പലതുമുണ്ട്, വില കൊടുക്കാൻ പലതുമുണ്ട്. എല്ലാം അവന് വേണ്ടിയുള്ള വില കൊടുക്കലായി മാറുമ്പോൾ അവൻ നമുക്ക് വില നൽകി തുടങ്ങുകയാണ്. അവൻ നൽകുന്ന വില നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയാണ്. അവിടെ ദൈവവും ഞാനും ഒന്നായി തീരുന്ന, ഒരേ ജീവനിൽ പങ്കുപറ്റുന്ന, അതല്ലെങ്കിൽ ദൈവത്തിന് ഞാൻ മകനായി തീരുന്ന ആ സ്നേഹത്തിൻ്റെ അഭിഷേകത്തിൽ അവൻ്റെ ജീവനിൽ ഞാൻ പങ്കുചേരുന്ന വലിയ ആത്മീയ അനുഭവത്തിലേക്ക് നമ്മളെ പരിശുദ്ധാത്മാവ് നയിക്കും. പരിശുദ്ധാത്മാവ് നയിക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കാം. ക്രിസ്തു അല്ലാത്തത് എല്ലാത്തിനെയും പുറന്തള്ളിക്കൊണ്ട് ക്രിസ്തുവിലേക്ക് പൂർണ്ണമായി നോക്കാൻ, അവനിൽ നോക്കി പ്രകാശിതരാകാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.